ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കർ ചിക്കൻ കറിയാണ്. 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയൊരു സവാളയാണ് കേട്ടോ. അതിനെന്താ നന്നാക്കിയ ശേഷം നല്ല സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ അരിഞ്ഞെടുക്കാം കേട്ടോ. പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. ഇനി നമുക്കൊരു വലിയൊരു തക്കാളി കൂടെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരു സവാളയും ഒരു തക്കാളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനിതുപോലെ ഒന്ന് അരിഞ്ഞ ശേഷം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറാണ് കേട്ടോ. അതും കൂടി നമുക്കതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിലും നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതിൻ്റേതായ നല്ലൊരു നാടൻ രുചിയും കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മസാല ചിക്കനിലൊക്കെ നല്ലപോലെ പിടിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് 100 ml ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 100 ml കപ്പിൽ 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടപ്പ് കൊണ്ടൊന്ന് അടച്ചിട്ട് നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. വിസിൽ വന്ന ഉടനെ നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതാ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം 10 മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചാറെല്ലാം നല്ല വറ്റി കുറുകി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറിയായിട്ട് മാറി വരും. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ, ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ നല്ല കിടിലനായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.